ഹലോ ജീനിയസ് കമ്മ്യൂണിറ്റി. സോ നിങ്ങളുടെ ജെഇ പ്രിപ്പറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഈ ഒരു ജെഇ പ്രിപ്പറേഷനിൽ ഞാനൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ദ ട്രാപ്പ് വിത്ത് കമ്പാരിസൺ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ എന്താണ് ഈ ട്രാപ്പ് വിത്ത് കമ്പാരിസൺ? നിങ്ങളെല്ലാവരും ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നോർമലി ഇപ്പോൾ റിസെൻ്റായി നടക്കുന്ന ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു മോക്ക് എക്സാം എഴുതി. സോ ആ മോക്ക് എക്സാം എഴുതിയതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ മാർക്കാണോ അതോ ടോപ്പ് വന്ന ആളുടെ മാർക്കാണോ നിങ്ങൾ ചെക്ക് ചെയ്യുക? യെസ്, ഡെഫിനറ്റായിട്ടും നമ്മളെ മാർക്ക് ചെക്ക് ചെയ്യും. അതിനുശേഷം ടോപ്പ് വന്നിരിക്കുന്ന മാർക്ക് നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ഇത്രത്തോളം മാർക്ക് വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായി പഠിച്ചിട്ടുണ്ട്. അതേ ക്ലാസ് തന്നെയാണ് ആ ടോപ്പ് മാർക്ക് വന്നിരിക്കുന്ന കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ രണ്ടാളുകളും ഒരേ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, ആ കുട്ടി നന്നായി പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് ആ കുട്ടിക്ക് എന്നെക്കാൾ ഇത്രയും മാർക്ക് കൂടുതലാണ്, അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ആ റിസൾട്ടിൻ്റെ മാർക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ കുറേ സമയം ഈ ഒരു കമ്പാരിസണിൽ ചിലപ്പോൾ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? സോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ശരിക്കും ആ ടോപ്പ് വന്നിരിക്കുന്ന കുട്ടി നിങ്ങളെപ്പോലെ തന്നെ എത്രത്തോളം മോക്ക് എക്സാംസ് എഴുതിയിട്ടുണ്ടാവും? എത്രത്തോളം എക്സാംസ് എഴുതി ഇതേപോലെ ചിലപ്പോൾ ആ കുട്ടി എത്രത്തോളം ആലോചിച്ചിട്ടുണ്ടാവും? ആ ആലോചനയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആ കുട്ടി ടോപ്പിലേക്ക് വരാനുള്ള റീസൺ എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സോ നിങ്ങൾ സിമ്പിളി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്തു? ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ശരിക്കും നിങ്ങൾ ഈ ഒരു റാങ്കിലേക്ക് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ഏറ്റവും അതിനെ പോളിഷ് ചെയ്ത് കൊണ്ടുവരാമെന്ന് ശരിക്കും നമ്മൾ പറയാം. അതായത് ഓരോ എക്സാമുകൾ എഴുതി മാർക്കുകൾ വാങ്ങി അതിലെ മിസ്റ്റേക്സുകൾ നോക്കി അതിങ്ങനെ പോളിഷ് ചെയ്തിട്ടായിരിക്കും ആ ടോപ്പ് വന്നിരിക്കുന്ന കുട്ടി ആ മാർക്കിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അല്ലാതെ ഒരു ഒറ്റയടിക്ക് ടോപ്പ് മാർക്ക് വന്നതല്ല മക്കളെ. ഒറ്റയടിക്ക് ഒരാളും ടോപ്പ് മാർക്കിലേക്ക് എത്തുന്നില്ല. ഓരോ എക്സാംസുകൾ എഴുതിയിട്ട് അതിൽ പറ്റുന്ന മിസ്റ്റേക്സുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? പോളിഷ് ചെയ്ത് ടോപ്പിലേക്ക് വരികയാണ്. ആ സമയത്ത് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഇതേപോലെ ആ കുട്ടിയുടെ മാർക്ക് വെച്ച് ആ കുട്ടി ബാക്കിയുള്ളവരെയും കമ്പയർ ചെയ്തിട്ട് സമയം ചിലപ്പം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കൊണ്ടുവരിക ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ആ ടോപ്പർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ആ ടോപ്പർ ഇപ്പോൾ എങ്ങനെയാണ് ടോപ്പ് മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിലേക്ക് എത്താത്തത്? അതിനുള്ള റീസണാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ട്രാപ്പ് വിത്ത് കമ്പാരിസണിൽ എന്തൊക്കെ ട്രാപ്പിലാണ് നമ്മൾ കുടുങ്ങി നിൽക്കുന്നത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ആ ടോപ്പ് കുട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താ അറിയോ? ഈ എക്സാമിന് കിട്ടിയ മാർക്ക് വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ മാർക്കോ കാര്യങ്ങളോ എല്ലാം കമ്പയർ ചെയ്യുക. ആ കുട്ടി സ്വന്തമായിട്ട് ആ കുട്ടിയുടെ മാർക്കാണ് കമ്പയർ ചെയ്യുക. അതായത് തൊട്ടു മുന്നേ നടന്നിരിക്കുന്ന മോക്ക് എക്സാമുകൾ നോക്കും. ആ ഓരോ മോക്ക് എക്സാമിൽ എത്രത്തോളം മാർക്കുകൾ എനിക്ക് വന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ മോക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര മാർക്കിൽ വ്യത്യാസം വന്നിരിക്കുന്നത്? എൻ്റെ കാര്യം ആ കുട്ടി ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കാര്യത്തിൽ എത്രത്തോളം മാറ്റം സംഭവിച്ചിട്ടുണ്ട്, മാർക്ക് എത്രത്തോളം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, എവിടെയാണ് എനിക്ക് മിസ്സിങ് പറ്റിയിരിക്കുന്നത്? ഫിസിക്സിലെ ചോദ്യങ്ങളാണോ എനിക്ക് മിസ്സിങ് പറ്റിയത്, കെമിസ്ട്രി ആണോ മാത്സ് ആണോ എന്നുള്ളത് കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത എക്സാമിൽ എനിക്ക് ഇപ്പോൾ കിട്ടിയ മാർക്കിനെക്കാട്ടിയും കൂടുതൽ മാർക്കിലേക്ക് ഉയർത്തണം എന്നുള്ള ഒരൊറ്റ മെൻറ്റാലിറ്റി ആയിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക. അല്ലാതെ അയ്യോ എനിക്ക് ഇത്ര മാർക്കുകൾ കിട്ടിയുള്ളൂ, അടുത്ത കുട്ടിക്ക് ഇത്ര മാർക്കുണ്ട്, ഞാൻ എന്താണ് ചെയ്യുക, ആ കുട്ടി എന്നെ പോലെ തന്നെ പഠിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു എപ്പോഴും രണ്ടാളുകളും എവരിവൺ ഈസ് യൂണിക്. എല്ലാവരും ഡിഫറൻറ്റാണ്, എല്ലാവരും അവരുടേതായ വേല ഡിഫറൻറ്റാണ്. അപ്പോൾ നിങ്ങൾ ടാലൻറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കമ്പാരിസന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? പഠിക്കാനുള്ള, ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള, മോക്ക് എക്സാംസ് കൂടുതൽ എഴുതാനുള്ള സമയത്തിലേക്ക് നിങ്ങൾ മാറ്റിയെടുക്കുക. കമ്പയർ ചെയ്യേണ്ട സമയം നിങ്ങളെ മനസ്സിനെടുത്ത് ഒഴിവാക്കുക. എന്താണ് ഞാൻ കമ്പയർ ചെയ്യേണ്ടത്? എൻ്റെ മാർക്കാണ്. ഞാൻ എത്രത്തോളം മാർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരണം, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്സുകൾ പറ്റുന്നത്? ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് നിങ്ങളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ നടക്കുന്ന ഓരോ മോക്കിലും നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുകയും നിങ്ങളുടെ മാർക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് അറ്റ് ലാസ്റ്റ് മോക്ക് എക്സാംസ് ഞാൻ പറഞ്ഞു നിങ്ങളെ പോളിഷ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നിങ്ങളെ പോളിഷ് ചെയ്ത് എല്ലാ മിസ്റ്റേക്സും കൂടി ഓവർകം ചെയ്ത് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ടോപ്പറായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. സോ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെക്കുക. കമ്പാരിസൺ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ടോപ്പ് മാർക്കിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി പോവാണ്. സോ ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ബൈ.